ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഷാലോം ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലോകൈക രക്ഷകനായ യേശുനാഥൻ്റെ തിരുജനനത്തിൻ്റേതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ്. അതോടൊപ്പം സമാഗതമാകാൻ പോകുന്ന നവവത്സരത്തിൽ സർവവിധമായ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ദുബായിയുടെ ഭരണാധികാരിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ആദരണീയനായ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകളും ആഴമായ ചിന്തകളും ഭരണ നൈപുണ്യവുമൊക്കെ ലോക ജനതയുടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മനോഹരങ്ങളായ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതിൽ മൈ വിഷൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ ദർശനം എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ദർശനം എന്ന ഷെയ്ഖ് മുഹമ്മദിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന വളരെ ചിന്തോദ്ദീപകവും ശ്രദ്ധേയവുമായ ഒരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: ആഫ്രിക്കൻ വനാന്തരത്തിൽ അതിരാവിലെ ഒരു സിംഹം ഉറക്കമുണരുന്നത് ഒരു പ്രാർത്ഥനയുമായിട്ടായിരിക്കും. മറ്റൊന്നുമല്ല ആ പ്രാർത്ഥന. ദൈവമേ, ഈ കാട്ടിലെ ഏറ്റവും ചെറിയ ജീവികളിൽ ഒന്നായ കലമാനേക്കാൾ എങ്കിലും വേഗത്തിൽ ഓടാൻ നീ എൻ്റെ കാലുകൾക്ക് ശക്തി പകരണേ. എങ്കിൽ മാത്രമേ സിംഹത്തിൻ്റെ വിശപ്പടങ്ങി അതിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതേ കാട്ടിലെ തന്നെ കലമാൻ ഉറക്കമുണരുന്നത് മറ്റൊരു പ്രാർത്ഥനയുമായിട്ടായിരിക്കും. എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കലമാൻ ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക: ദൈവമേ, ഈ കാട്ടിലെ ഒരു സിംഹത്തേക്കാൾ വേഗത്തിൽ ഓടാനുള്ള കഴിവ് അവിടുന്ന് എനിക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തരണം. നോക്കൂ, സിംഹത്തിൻ്റെ പ്രാർത്ഥന അതിൻ്റെ ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ കലമാൻ്റെ പ്രാർത്ഥന അതിൻ്റെ ആയുസ്സിന് വേണ്ടിയാണ്. എത്രമാത്രം വലിയൊരു സന്ദേശമാണ് വളരെ ചെറിയൊരു കാര്യത്തിലൂടെ ഷെയ്ഖ് മുഹമ്മദ് നമുക്ക് പകർന്നു നൽകുന്നത്. ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. നമ്മൾ ആരെങ്കിലും കലമാനാണോ, സിംഹമാണോ, മനുഷ്യനാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്നതൊന്നും പ്രസക്തിയുള്ള കാര്യമല്ല. മറിച്ച് സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകിയപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കണമെങ്കിൽ ദൈവം തന്ന കഴിവുകളെ അതിൻ്റെ പരമാവധി അർത്ഥത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതാണ് ആഴമായ സന്ദേശം. സ്നേഹമുള്ളവരെ, ആരാണ് നമ്മളെന്നോ എന്താണ് നമുക്കുള്ളതെന്നോ പ്രസക്തിയുള്ള കാര്യമല്ല. മറിച്ച്
നമുക്കുള്ളതിനെ വേണ്ടും വണ്ണം ഉപയോഗിക്കാൻ പറ്റിയോ എന്നുള്ളതാണ് മർമ്മപ്രധാനമായ കാര്യം. ഒരുപാട് ആവർത്തി കേട്ട് കാതുകളൊക്കെ തഴമ്പിച്ചിട്ടുള്ളതായ ആമയുടെയും മുയലിൻ്റെയും കഥ പറയുന്നതും അത് തന്നെയല്ലേ? ഒരുപാട് കഴിവുണ്ടായിരുന്ന മുയൽ ആ കഴിവുപയോഗിച്ച് എങ്ങനെ ജീവിച്ചാലും ജയിക്കാമെന്ന് കരുതി. പക്ഷേ വളരെ പതുക്കെ മാത്രം പോകാൻ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആമ മുഴുവൻ സമയവും കിട്ടിയ കഴിവ് ഉപയോഗിച്ചാലേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്ന് കരുതി അത് നിരന്തരമായി മുന്നോട്ട് പോയി. സമാഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ ഈ നല്ല നാളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ആഴമായൊരു ചിന്തയും ഇത് തന്നെയാണ്. ലൗകിക രക്ഷകനായ യേശു തമ്പുരാൻ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിലൂടെ യേശു എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത്, ഈ ഭൂമിയിൽ പിറന്നു വീണതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:10 ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. നോക്കൂ, യേശു പിറന്നത് എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകാൻ, ആ ജീവനെ ഏറ്റവും അധികം സമൃദ്ധിയിൽ നൽകാൻ വേണ്ടിയാണ് പിറന്നത്. ഇങ്ങനെ പറയാറുണ്ട്, ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ വർത്തമാനപത്രവും ചേർത്ത് പിടിച്ച് വായിക്കുമ്പോഴാണ് ജീവനുള്ളതായ ദൈവത്തിൻ്റെ വചനം ജീവദായകമായിട്ട് മാറ്റപ്പെടുക. ന്യൂസും ഗുഡ് ന്യൂസും കൂടിച്ചേരുമ്പോഴാണ് കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായ കർത്തൃവചനം കാലിക പ്രസക്തിയുള്ളതായിട്ട് മാറുക. വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. നോക്കുക, ആമുഖത്തിൽ നമ്മൾ കേട്ട സിംഹത്തിൻ്റെയും കലമാൻ്റെയും കഥയിലേക്ക് ഒന്നുകൂടെ കടന്നു ചെല്ലാം. കാട്ടിലെ രാജാവാണെന്ന് കരുതി ഗുഹയ്ക്കകത്ത് വെറുതെ ഇരിക്കുന്നതായ ഒരു സിംഹത്തിൻ്റെ അടുക്കലേക്കും ഒരു കൊച്ചു ജീവി പോലും കടന്നു ചെന്ന് ചോദിക്കില്ല, അല്ലയോ സിംഹരാജൻ, അങ്ങ് രാവിലെ ഒന്നും കഴിച്ചില്ല അല്ലേ? എന്നാൽ എന്നെ തിന്ന് വിശപ്പടക്കിക്കോളൂ. അതേപോലെ തന്നെ ഒരു പാവം കലമാൻ പാത്തു പതുങ്ങിക്കിടക്കുകയാണെന്ന് കരുതി ഒരു സിംഹവും പറയില്ല, നീ എന്ത് നിഷ്കളങ്കന, ഞാൻ നിന്നെ തിന്നണില്ല, ഞാനൊരു കാട്ടുപോത്തിനെ പോയി പിടിച്ച് തിന്നാമെന്ന്. ജീവനുണ്ടാകാൻ വന്ന ദൈവം ജീവിക്കാൻ വേണ്ടുന്നതൊക്കെ നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് വേണ്ടുന്നത് വണ്ണം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ഒപ്പം ജീവൻ കിട്ടിയ നമ്മൾ ഓടുന്നത് മറ്റുള്ളവർക്ക് കൂടെ ജീവൻ കൊടുക്കാനായിരിക്കണം, അല്ലാതെ അവരുടെ ജീവൻ എടുക്കാനായിട്ട് പരിശ്രമിക്കരുത്. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മളൊരു ചോദ്യം ചോദിക്കണം. എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകാൻ, ആ ജീവനെ സമൃദ്ധിയുടെ പരമകാഷ്ഠയിൽ നൽകാൻ വന്ന പരമപരിശുദ്ധനായ യേശുക്രിസ്തുവിൻ്റെ തിരുജനനം ആഘോഷിക്കുമ്പോൾ നിനക്ക് കിട്ടിയ ജീവനെ നീ നശിപ്പിക്കുകയാണോ? മറ്റുള്ളവരുടെ ജീവനെ നീ കൊല്ലുകയാണോ ചെയ്യുന്നത്?
ജീവിതത്തിൻ്റെ ചില മേഖലകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയാൽ നമുക്കത് മനസ്സിലാകും. ഈ കഴിഞ്ഞ നാളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ പടർന്ന് ഒരുപാട് പേരുടെ ശ്രദ്ധയിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ മജീഷ്യൻ മുതുകാട് പരിചയപ്പെടുത്തുകയുണ്ടായി. മലപ്പുറത്തുകാരനായ ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. മജീഷ്യൻ മുതുകാട് ഒരു വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെയാണ് പറയണത്: ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നത് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനാണ്. അത് മറ്റാരുമല്ല, മലപ്പുറംകാരനായ ഷിഹാബ്. ഇനി ഷിഹാബിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കവനെ പരിചയപ്പെടാം. ഷിഹാബ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ ചിരിച്ച ഏക ദിവസമാണ് എൻ്റെ ജന്മദിനമെന്ന് ആർഷഭാരതത്തിൻ്റെ ആദരണീയനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞതും ലോകം മുഴുവൻ ഒരു തത്വം കണക്കെ അംഗീകരിച്ചതുമായ ആ പ്രസ്താവന എൻ്റെ ജീവിതത്തിൽ മാത്രം ശരിയല്ലായിരുന്നു. ഞാൻ കരയുന്നതിനു മുമ്പ് എന്നെ കണ്ടപ്പോഴേ ചിരിക്കേണ്ടുന്നതിന് പകരം കണ്ണുപൊത്തി എൻ്റെ അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞ ദിവസമായിരുന്നു എൻ്റെ ജന്മദിനം. കാര്യം വേറൊന്നുമല്ല, 75% ഡിസേബിൾഡ് ആയിട്ടാണ് ഞാൻ പിറന്നു വീണത്. 75% ശാരീരികമായ വൈകല്യത്തോടെ പിറന്നു വീണ ഷിഹാബ് വിജയത്തിൻ്റെ കൊടുമുടി കയറി വളരാനായിട്ടുണ്ടായ കാര്യം പറയുകയാണ്. ഷിഹാബ് പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഒറ്റ കാരണമുള്ളൂ. എനിക്കെൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നോക്കുക, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കെന്തുണ്ട് എന്നുള്ളതല്ല, ഉള്ളതിനെ എത്രമാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്നേഹമുള്ളവരെ, ജീവൻ നൽകാൻ നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിൻ്റെ തിരുജനനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ, കിട്ടിയ ജീവനെ പരിപോഷിപ്പിക്കാനായിട്ട് എന്ത് പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ അടുത്ത നാളിലൊക്കെ ഒരുപാട് പേര് വല്ലാത്ത കണ്ണുനീരും കയ്യുമായിട്ട് കൺമുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. മാരകമായി പടർന്നു പിടിക്കുന്ന ഇന്നത്തെ ഒരു അസുഖമാണല്ലോ മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ കേടുവന്നു പോകണം. വൃക്കരോഗം ബാധിച്ച് വല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരെ മുഖാമുഖം കേൾക്കാൻ ഈ നാളുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അവയവദാനത്തിൻ്റെ വലിയ സന്ദേശമൊക്കെ ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് എനിക്കതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള അടിസ്ഥാനപരമായ ആദ്യത്തെ കാര്യം, അവയവദാന സന്ദേശം ശ്രേഷ്ഠമാണ്. അതിനു മുമ്പ് ഈ ക്രിസ്തുമസ് നാളിൽ നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ. ജീവൻ ദൈവം തന്നിട്ടുണ്ട്. മലപ്പുറത്തുകാരനായ ഷിഹാബ് 75% ശാരീരിക വൈകല്യത്തോടെ പിറന്നു വീണിട്ടും ജീവിതത്തിൽ വിജയത്തിൻ്റെ സോപാനങ്ങളിൽ എത്തിച്ചേർന്നെങ്കിൽ കിട്ടിയ അവയവങ്ങളെ നമ്മൾ നശിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടുന്ന ഗതികേടുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ശരിയല്ലാത്ത ജീവിത രീതികൾ, ഒട്ടും യോജിക്കാത്തതായ
ഭക്ഷണ ക്രമീകരണങ്ങൾ, അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ ഒക്കെ സ്വന്തം അവയവങ്ങളെ നശിപ്പിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടുന്ന ഗതികേട് നമുക്കുണ്ടാകാതിരിക്കും. അങ്ങനെ സ്വന്തം അവയവത്തെ സംരക്ഷിച്ചാൽ മാത്രമേ മറ്റൊരാളുടെ ഒരു അവയവം നഷ്ടപ്പെട്ടു പോയാൽ മനസ്സുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനെങ്കിലും സാധിക്കില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒന്നും മനസ്സിലേക്ക് ഇത് കയറണം എന്നില്ല. കാരണം ഒരവയവം നഷ്ടപ്പെട്ട, അവയവത്തിൻ്റെ കേടുപാട് പറ്റിയവൻ്റെ ദുരന്തമൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഞാനൊരു വൃക്കരോഗിയെ പരിചയപ്പെട്ടു. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: വൃക്കരോഗം ബാധിച്ചൊരു മനുഷ്യന് അധികം വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഞാനിനി പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത വൃക്കരോഗിയായി എനിക്ക് എൻ്റെ ഡോക്ടർ കുറിച്ചിരിക്കുന്ന ഗുളിക ഒരു കൈ നിറയെ. നമുക്കറിയാം, ഒരു പാരസെറ്റാമോൾ ഗുളിക കഴിച്ചാൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും. ഒരു കൈവെള്ളം നിറയെ ഗുളിക കഴിക്കേണ്ടുന്ന ഈ മനുഷ്യന് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഇത് കഴിക്കാൻ ഞാനൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചിട്ടുണ്ട് അച്ചോ പറയുകയാണ്. ഒരു ചെറുപഴം എടുത്ത് കഴിക്കാനുള്ളതായ ഓരോ ഗുളികയും ഈ പഴത്തിനകത്ത് കുത്തിക്കയറ്റും. എന്നിട്ട് ആ പഴം വിഴുങ്ങിയാണ് ഞാൻ എൻ്റെ ഗുളിക കഴിക്കുന്നത്. സ്നേഹമുള്ളവരെ, സ്വന്തം ശരീരത്തിൻ്റെ ഒരവയവം ഇത്തിരി നേരം പണിമുടക്കിയാൽ മതി, അതോടെ തീരും ജീവിതത്തിൻ്റെ സകല പ്രതാപങ്ങൾ. ജീവനേകാൻ, ജീവൻ നൽകാൻ വന്ന യേശു പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ അവയവങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിത രീതിയിൽ അടിസ്ഥാനപരമായി വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ഈ ക്രിസ്തുമസ് വ്യക്തിപരമായ ജീവിതത്തിന് ഒരു നന്മയ്ക്ക് വേണ്ടി ചില തിരുത്തലുകളിലേക്ക് നമുക്ക് കടന്നു വരാം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യേണ്ടുന്ന നന്മകൾ. ഈ ഭൂമിയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എന്ന് പറയാതിരിക്കുന്നത് വലിയൊരു അപരാധമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ, വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ 12 വർഷമായി സർക്കാർ ആശുപത്രിയിൽ മുടങ്ങാതെ ആഴ്ചയിൽ 2 നേരം രോഗികൾക്കും കൂടെ ഇരിക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനുണ്ട്, മേലേത്ത് ഗീവർഗീസ് അച്ഛൻ. ഒരുപാട് നല്ല മനുഷ്യർ കൊടുക്കുന്നതായ പണം ഉപയോഗിച്ച് രോഗത്തിൻ്റെ ഭാരത്താൽ വലയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠൻ. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു രാജഗോപാൽ എന്ന് പറയുന്ന ഒരു സാധാരണ കർഷക കുടുംബത്തിലെ മനുഷ്യനുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി വെച്ചു വിളമ്പുന്ന ഒരു നല്ല മനുഷ്യൻ. ഞാനിത് പറഞ്ഞത് ഈ 2 പേരെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയൊരു തിന്മയുണ്ടാകുമ്പോഴേക്കും അതിനെ പർവ്വതീകരിച്ച് കാണാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുന്ന കാലത്ത് എന്തേ നമ്മുടെ നാട്ടിലെ നന്മകളൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടേ? ജീവനേകാൻ, ആ ജീവൻ സമൃദ്ധിയായിട്ട് നൽകാൻ വന്നവൻ്റെ ഒരു സന്ദേശം സ്വീകരിക്കുമ്പോൾ
സ്വന്തം അവയവങ്ങളെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ സന്ദേശം പകരാനും സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. കിട്ടിയ സൗഭാഗ്യങ്ങൾ, കിട്ടിയ സാഹചര്യങ്ങൾ, ആരോഗ്യം, ആയുസ് തുടങ്ങി എന്തും ഏതും. ഈ കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ദൈവത്തിന് നൽകുന്ന പ്രതിസമ്മാനം. സ്നേഹമുള്ളവരെ, ആയുസ് എന്ന് പറയുന്നത് ഒട്ടും സ്ഥിരതയില്ലാത്ത ഒന്നാണ്. കഴിഞ്ഞ നാളിൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതായ അടക്കയൊക്കെ കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ക്രമീകരിച്ചു. വീട്ടിലെ മകൻ്റെ കുഞ്ഞുമായി ഇരിക്കുന്ന ആ കുടുംബനാഥയോട് യാത്ര പറഞ്ഞ് കുടുംബനാഥൻ ഇത് കൊടുക്കാൻ പോയി തിരിച്ചു വന്ന് വിളിച്ചപ്പോൾ വിളി കേൾക്കണില്ല. ഒന്നുകൂടെ വിളിച്ചപ്പോൾ 2.5 വയസ്സുള്ള കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ആ അപ്പനോട് പറഞ്ഞ വാക്ക് ചങ്ക് പിളർക്കുന്നതാണ്. അപ്പേ, അമ്മ കരഞ്ഞു, ഉറങ്ങി. സത്യത്തിൽ ഹൃദയാഘാതത്തിൻ്റെ വേദന സഹിക്കാതെ നിലവിളിക്കുകയും ഈ ലോകത്ത് നിന്ന് ആ മാതാവ് യാത്രയാവുകയും ചെയ്തതാണ് 2.5 വയസ്സുകാരിക്ക് മനസ്സിലായ ഭാഷയിൽ പറഞ്ഞു വെച്ചത്. അമ്മ കരഞ്ഞു, ഉറങ്ങി. നോക്കൂ, വയനാടൻ ജനതയുടെയൊക്കെ ജീവിതത്തിൽ കാർഷിക വിളകൾ വിൽക്കാൻ പോയ അപ്പച്ചന്മാരൊക്കെ തിരിച്ചു വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു പലഹാരം ഉറപ്പായി കാണും. നിശ്ചയമായും ഞാൻ വിചാരിക്കുന്നു 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് വന്ന ആ പിതാവിൻ്റെ കയ്യിലും കാണും എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും ഒരു മധുര പലഹാരം. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും തൻ്റെ പ്രിയതമ ജീവനറ്റ ശരീരമായി കിടക്കുന്നതാണ് കാണേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കം, ആയുസ്സിൻ്റെ അസ്ഥിരതയുടെ ആഴം ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. 2 രീതിയിൽ നമുക്ക് കൊടുക്കാം. 1, കൈകൊണ്ട് കൊടുക്കാം. 2, മനസ്സുകൊണ്ട് കൊടുക്കാം. കൈകൊണ്ട് കൊടുത്താൽ നമുക്കും ഉണ്ടാവില്ല ഗുണം, കിട്ടുന്നവനും ഉണ്ടാവില്ല. പക്ഷേ മനസ്സുകൊണ്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നവനും സ്വീകരിക്കുന്നവനും ഒരുപോലെ പ്രയോജനപ്പെടും. ഈ ക്രിസ്തുമസ് ദൈവം നമുക്ക് നൽകിയ ജീവനെ പരിപാലിക്കാനും ജീവനെ പരിപോഷിപ്പിക്കാനും അതുവഴി നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സമൃദ്ധമായ ജീവൻ സമ്മാനിക്കാനുമുള്ള ഒരവസരമായി മാറ്റപ്പെടാൻ ഇടയായി തീരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റേതുമായ എല്ലാ നന്മകളും നേരുമ്പോൾ പറഞ്ഞു വെച്ച സന്ദേശം ഇത്രയേ ഉള്ളൂ. 1, ഞാനും നിങ്ങളും ആരാണോ എന്താണോ എന്നതിനേക്കാൾ ഉപരി നമുക്ക് ദൈവം ദാനമായി തന്നതിനെ വീണ്ടും വണ്ണം ഉപയോഗിക്കാൻ നമുക്കായിട്ടുണ്ട്. ഒപ്പം നമുക്ക് ജീവൻ നൽകാൻ, അത് സമൃദ്ധിയായി നൽകാൻ മനുഷ്യാവതാരം ചെയ്ത യേശുനാഥൻ്റെ തിരുജനനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ജീവനെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. അതിനോടൊപ്പം ആ ജീവനെ പരിപോഷിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ സമൃദ്ധിയായി നൽകാൻ പ്രത്യേകമായി പരിശ്രമിക്കുക. അവസാനം ആയുസ്സിൻ്റെ അസ്ഥിരതയെക്കുറിച്ച് നമുക്കൊരവബോധം ആവശ്യമാണ്. ഇന്ന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ചെറിയൊരു നന്മ ചെയ്യാനുള്ള
മനസ്സെങ്കിലും ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹശാഠ്യം നല്ലതാണ്. എൻ്റെ മുൻപിൽ വരുന്ന ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ ഞാൻ പറഞ്ഞു വിടില്ല. വസ്തുക്കളോ പണമോ ഒന്നും വേണ്ട. ഒരു നിറഞ്ഞ മനസ്സോടെയുള്ള പുഞ്ചിരിയെങ്കിലും കൊടുത്ത് ജീവൻ സമൃദ്ധിയുള്ളതാക്കി തീർക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. സംരക്ഷിത ജാതികളെ വരുവിൻ, പാടിൻ തനയ